ഹായ് ഹലോ. അലിക്കുട്ടന് ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അലിക്കുട്ടന് വാക്കറിലല്ല കേട്ടോ നടന്ന് പഠിച്ചത്. വാക്കർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറാൻ അവന് ഇഷ്ടമല്ല. അവനൊരു തവണ വാക്കറിന്ന് വീണിട്ടുണ്ടായിരുന്നു. അതോടുകൂടി അവന് വാക്കറിലിരിക്കാൻ ഭയങ്കര പേടിയാണ്. കുട്ടികളെ തന്നെ തള്ളിക്കൊണ്ടുപോകുന്ന വാക്കർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ മക്കൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്. ഈ ഒരു വാക്കർ നമ്മൾ പ്രതീക്ഷിക്കാതെ കുട്ടികൾ താഴെ വീഴുകയും ചെയ്യും. അതിൽ അവർ നടക്കാൻ നേരെ വൈകുമെന്നാണ് ഞാൻ പറയൽ. പിന്നെ വാക്കർ വാങ്ങിയിട്ട് കുറേ ആയിട്ട് അതിൽ അവന് വാങ്ങിയപ്പോൾ തൊട്ട് കയറലുണ്ട്. പക്ഷെ കുറച്ച് ആ വീണതോടുകൂടി പിന്നെ അവന് കുറച്ച് ഇരിക്കും, പിന്നെ ഇരിക്കില്ല, പിന്നെ ഭയങ്കര കരച്ചിലൊക്കെയാണ്. അപ്പം അത്യാവശ്യം നമുക്ക് ഓന് എടുത്ത് ചെയ്യാൻ പറ്റാത്ത പണിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആ വാക്കറിൽ ഇരുത്തിക്കുക. കുറേ കാര്യം അത് പറയാൻ കാരണം എന്താണെന്നറിയാം. അലിക്കുട്ടനെ നടക്കാൻ പഠിച്ചത് സ്റ്റൂള് ഇങ്ങനെ തള്ളി കൊണ്ടുപോകും, സ്വന്തക്ക് തന്നെ ഇങ്ങനെ നിരക്കി കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പിന്നെ അനുവിൻ്റെ ബാക്കിൽ പിടിച്ചിട്ട് അനു നടക്കുന്നതിനനുസരിച്ച് ഓനും ബാക്കിൽ കാല് പിടിച്ചിട്ട് അങ്ങനെ നടക്കും. അങ്ങനെയാണ് ഓന് നടക്കാൻ പഠിച്ചത്. അനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിവിടെ ചില സമയത്ത് അടി ഉണ്ടാവാറുണ്ട് പാത്തു അനുവായിട്ട്. മോന് ചില സമയത്ത് ഓളേരിയത്തേക്ക് പോവുകയോ ഓളോട് ചെറുക്കുകയോ ഒന്നും ചെയ്യൂല. കൂടുതൽ അനുവിൻ്റെ വഴിയൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ പാത്തുവിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. അലിയും അനും ജനിച്ചത് ഒരേ മാസമാണ്, ഒരേ ഡേറ്റിലാണ്, ഒരേ രക്തഗ്രൂപ്പും ഒരേതാണ്. ആ ഒരു പൊരുത്തം അവരെ രണ്ടാളെ ഇടയിലുണ്ട്. ആളെ സ്റ്റെപ്പ് കയറാൻ കുറേ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാനും പഠിച്ചു. ഇനി ഞാൻ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഒന്ന് സ്റ്റെപ്പ് ഇതുവരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ടായി. ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞങ്ങൾ ഫുൾ ടൈം മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പം നടക്കാനും തുടങ്ങിയത് കൊണ്ട് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പോകുക എന്നുള്ളൊരു പേടിയുണ്ട്. സാധാരണ നമ്മൾ മുകളിലേക്ക് പോകുന്നതിന് തടസ്സം വെക്കും, അപ്പോൾ അവർക്ക് കയറാൻ പറ്റില്ല. ഇത് താഴോട്ട് പോകുന്നതിന് തടസ്സം വെക്കാൻ കഴിയില്ലല്ലോ. അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു തടസ്സം വെച്ചാൽ അത് അവർ ആനൊന്ന് തള്ളിക്കുകയാണെങ്കിൽ താഴോട്ടങ്ങ് പോകും, അതിൻ്റെ കൂടെ അവരും പോകുമല്ലോ. ഈ ഒരു സ്റ്റെപ്പുണ്ട്, ഇതിന് താഴോട്ട് വേറെയും സ്റ്റെപ്പുണ്ട്. 2 ദിവസം അവനെ മുറ്റത്ത് കൊണ്ടുപോയി കളിപ്പിച്ചതുകൊണ്ട് വെറും പോകണമെന്ന് തന്നെയുള്ള ചിന്ത. ഇതുവരെ പെറുക്കി തിന്നണ നോക്കിയാൽ മതി, ഇനിയിപ്പോൾ താഴെ പോകുന്നവൻ കൂടി നോക്കണം. നമ്മുടെ ജോലി കൂടി വരികയാണല്ലോ തമ്പ്രാനെ. ആയി ഇതാ ഓനതല്ലോണ്ട് ടാറ്റ പോകണം താഴോട്ട്.